സൈക്കിൾ വേ ഇപ്പുറത്തെയാണ് ശരിക്കും. ആണോ? ഇതാണോ സൈക്കിൾ വേ? സൈക്കിൾ വേ ഇതാ, അതല്ലേ സൈക്കിൾ വേ? ഓൾഡ് വിഞ്ചസ്റ്റർ ഹിൽ. ഗോതമ്പ് പാടങ്ങൾ. അമ്മ എൻറിക്, പൂപ്പാലി. വിൻചെസ്റ്ററിലെ ഒരു മനോഹരമായ ഒരു ഗ്രാമപ്രദേശം. അമ്മ ആദ്യമായിട്ട് UK വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് ഭയങ്കര സന്തോഷം. ആ കസിൻസില് ഇത് മനോഹരമായ ഗോതമ്പ് പാടങ്ങളാണ് ഇവിടെ. മുയലൊക്കെ ഉണ്ട് ഇവിടെ. മുയല്, ഹെയർ ഉണ്ട്. ഹെയർ സ്പീഡിലോടുന്ന, അത് കുഴപ്പമൊന്നുമില്ല. സ്പീഡിലോടുന്ന ഒരു ടൈപ്പ് മുയലില്ലേ, ഹെയർ എന്നാണ് അതിനെ പറയുന്നത്. അതിവിടെ ഉണ്ട്. മറ്റേ നമ്മുടെ ആമേനെ തോപ്പിച്ച മുയലില്ലേ അമ്മേ, അതാണ് ഹെയർ. അതാ ഹെയർ ആൻഡ് ടോർട്ടോയ്സ്. ഇംഗ്ലണ്ടിന്റെ ഗ്രാമ ഭംഗിയാണ് ഇവിടെ. വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ്. അതെ. എൻട്രിക്ക് അവൻ്റെ ഫുട്ബോളായിട്ട് കളിച്ച് നടക്കും. തിരിച്ചു വരുമ്പോൾ ഇതിലെ വരാം. ഓട്സ് ആയിരിക്കില്ല. ഈ മഴ പെയ്തുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കിടപ്പുണ്ട് കുറച്ച്. Come on, Enric. I'll show you a magic place. I'll show you a magic place. Appo I'm going to show you a magic place, okay? No, you won't. Come on, it's like a palace. Come on. Let's get in. So from here. Oh my god. ഒരു പൊന്തക്കാടിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു ഈ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ കാടിൻ്റെ സൈഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മരങ്ങളുടെ ചില്ലകൾ കൊണ്ടുണ്ടാക്കിയ പന്തലുകളാണ്. ഷാർലറ്റ് മലയാളം പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ മരങ്ങൾ ഒരു നല്ലൊരു കൂൾ ഏരിയയാണ്. നല്ല സമ്മറിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു എയർ കണ്ടീഷൻ ചെയ്തൊരു ഫീലിംഗ് ആണ്. തണുപ്പത്തോടെ ഭയങ്കര തണുപ്പാണ്.
ഇങ്ങനെയല്ല ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് ആണ് ഇവിടെ വരുമ്പോൾ. ഇങ്ങനെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ് അല്ല ഇത്. മരങ്ങളുടെ ഒരു പന്തൽ അതാ. അമ്മ തൂങ്ങുവാണോ? തൂങ്ങിക്കോ, തൂങ്ങി ഒരു പ്രാവശ്യം തൂങ്ങി. അമ്മ അങ്ങനെ കുറച്ചുകൂടി അങ്ങനെ പൊങ്ങണം. ആ ഷാർലറ്റ് ക്യാൻ ട്രൈ. Charlotte can try. Wait, I think there's a spider in there. I can't reach. Hold on, let me just put. Try this one. Oh. Careful. Wait, let me just put my finger. Shallow, you see all the sharp ones, yeah? This is so easy. Careful with the sharp things again. Oh, Careful with the eyes. the ice. Up. ഷാർലറ്റ് തൂങ്ങാനുള്ള. Go up. Oh, but no, I can't do that. Hold on. Ah. Wait, this is really slippery. Like, wait. Like this, Charlotte. Like Oh, this. wait, Charlotte. Like this. Yeah. Oh, പിടിച്ചാ I will show you. കറക്റ്റ് ഫോക്കസിൽ പിടിക്കണേ. focus, ഷേക്ക് ചെയ്തേ. focus, please. What? Get it. I don't want to do that. How do you? Oh my gosh, it's like. It's okay. Oh my god, I can't do that. കരിങ്കാലി എല്ലാം എടുക്കാം. കരിങ്കാലി. Wait, I want to show you this. Can you? ഓക്കെ, ഇനി കുറച്ച് നേരം നടന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. ഏകദേശം ഈ ഓൾഡ് വിൻചെസ്റ്റർ ഹില്ലിൻ്റെ മേളിലെത്തി. ഇവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ കുന്നിൻ്റെ മേളിലെത്താം. അവിടെ നല്ല വ്യൂ ആണ്. ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ. ഒത്തിരി ആൾക്കാർ ഇവിടെ നടക്കാൻ വരുന്നൊരു ഏരിയയാണ്. നടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഏരിയ. സൈക്കിളും ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്. ഇപ്പോൾ ഓരോ പാർട്ടാണ്. ഇതുണ്ട് സൗത്ത് ഡൗൺ സൈഡ് ഒരു ട്രയലാണ്, വാക്കിംഗ് ട്രയൽ. ഇതങ്ങോട്ട് ഒത്തിരി നടക്കാനുണ്ട്. Where are we going? No, this way is not locked, by the way. ഇവിടെ എത്തുവാണ്. It's this way. This area is of national importance for its plants and animals and is protected by law. ഇവിടെ മറ്റേ ഉണ്ട കുത്തി വെച്ചേക്കണ സാധനങ്ങളല്ലേ? ഒരു ഉണ്ട കുത്തി വെച്ച അതെ 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 അതല്ലേ. നമ്മളിവിടെ എത്തി, എൻ്റെ മേളിലെത്തി. Hello, guys. But that's stairs. നമ്മൾ നടന്നു വന്ന വഴിയാണ് ആ ദൂരെ കാണുന്ന ഒരു വൈറ്റ് മാർക്ക് പോലെ കാണുന്നത്. ആ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നത്. What does that mean? That's the path we came through. Oh, wow. We came from there to all the way here. Oh, wow. Oh. അങ്ങ് അകലെയാണ് നമ്മുടെ കാർ പാർക്ക്. അതെ, ഇവിടുത്തെ വ്യൂ ആണത്. മനോഹരമായ ലാൻഡ്സ്കേപ്പ്.
ഇല്ല, അവിടെ ഉണ്ട്. വാ എൻട്രി, ലെറ്റ്സ് ഗോ. നല്ല കിളികളുടെ ശബ്ദം, ചെറിയ കിളികളുടെ ഇങ്ങനെ എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ ഈ ശബ്ദമായിരിക്കും. ഇനി മേളിൽ ചെന്നിട്ട് അടുത്ത വീഡിയോ എടുക്കാം. ഞാൻ കുന്നിൻ്റെ മേളിലെത്തി. ഇവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണത്. ആകെ ഒരു വീട്, 2 വീട്. അവിടെയൊക്കെ ചെറിയൊരു അവിടെയാ. നല്ല ഫീൽഡാണ്. നിലത്ത് മൊത്തം ഒരു മഞ്ഞപ്പൂക്കളാണ്, ചെറിയ ചെറിയ മഞ്ഞപ്പൂക്കൾ. എൻട്രിക്ക് അങ്ങ് അകലെ ഫുട്ബോൾ കളിക്കുന്നു. ഞാൻ എന്നും അതിശയിച്ചു പോയിട്ടുള്ളൊരു സൗന്ദര്യമാണ് ഈ ഒരു ഭാഗത്ത്, ഈ വിഞ്ചസ്റ്റർ. ഇത് സൗത്ത് ഡൗൺസ് ഏരിയ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ സൗത്ത് പാർട്ടിൽ വളരെ മനോഹരമായിട്ട് കാണാനുള്ളൊരു സ്ഥലം, വളരെ മനോഹരമായ സ്ഥലം. പലരും ഇത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലമാണ്. ഒത്തിരി നടക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആരും വരാറില്ല ഇവിടെ. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഒരു 1 ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ നമ്മുടെ സൗത്ത് ആംപ്ടന് ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്ഥലം. ഇതവിടെ ഞാൻ മുയൽ ഓടുന്ന കണ്ടമ്മ. ഞാൻ അല്ല, പിക്നിക്കിന് പറ്റിയ സ്പോട്ടാണ്. താഴെ ഫാമുണ്ട്, അതിനകത്ത് ചെമ്മരിയാടുകൾ കാണാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പശുക്കൾ. എൻട്രിക്ക് അവിടെ ഫുട്ബോൾ കളിക്കുക. ഇന്നിപ്പോൾ വലിയ വെയിലില്ലാത്തതുകൊണ്ട് മുയൽ അങ്ങോട്ട് പോയി. ഇന്നിപ്പോൾ വലിയ വെയിലില്ല, എന്നാലും നല്ല വെതറാണ്. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വീഡിയോസൊക്കെ നല്ല തെളിഞ്ഞിരിക്കും. ഈ വഴി നമ്മൾ വന്ന വഴി ചെമ്മരിയാടുകൾ. രണ്ട് മുയലുകളെ കണ്ട് ക്യാമറ സൂം ചെയ്ത കിട്ടുമെന്ന് കാണാം. അത്ര ക്ലിയർ അല്ല. അത്യാവശ്യം കാണാം. നല്ല
യാവും പോയി. Better be some cookies. ഞങ്ങളിവിടെ ജസ്റ്റ് പിക്നിക് അടിച്ചു. No! ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. താഴോട്ടാ നോക്കാം. I make the best goat sounds out of all games. താഴെ ആടുകളുണ്ട്. I literally make the best goat sounds. തുമ്പപ്പൂ അടുത്ത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള മലയിറക്കമാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അങ്ങ് വരെ പോയി. അവിടെ കാണുന്ന ആ ഒരു അങ്ങേയറ്റം വരെ പോയി. തിരിച്ചു പോകാനായിട്ടൊരു ഷോർട്ട് കട്ട്, അതായത് ഈ ഇടുങ്ങിയ പാത ഉണ്ടോ, സ്റ്റീപ്പ് ഹില്ലാണിത്. വളരെ ഇവിടെ നോക്കിയാൽ കണ്ടോ, നല്ല മനോഹരമായ ഏരിയ. ഭയങ്കര കുന്നും ചെരുവാണത്. അല്ലെങ്കിൽ സ്റ്റെപ്പുണ്ട്. എൻട്രിക്ക് അവിടെ എത്തി. എൻട്രിക്കിനെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് നോക്കിയാമേ, സൂം നോക്കി കാണിച്ചു തരാട്ടാ. എന്താ നോക്കിയടി. സ്റ്റീപ്പ് ഹില്ലാണ്, സ്റ്റീപ്പ് ഹിൽ. കണ്ടിട്ടുള്ള സ്ഥലങ്ങളല്ലേ? അതാ ഞാനും പറഞ്ഞത്. വളരെ മനോഹരമായ ഏരിയയാണ്. ആൾക്കാർ ഇങ്ങനൊരു ഏരിയ ഉണ്ടെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് വിൻചെസ്റ്റർ ഹിൽ, ഓൾഡ് വിൻചെസ്റ്റർ ഹിൽ എന്ന് പറയുന്നത്, ഇവിടെ ഒരു കാർ പാർക്കുണ്ട്. സാറ്റ്നാവിലൊക്കെ ഓൾഡ് വിൻചെസ്റ്റർ ഹിൽ എന്ന് അടിച്ചു കൊടുത്തിട്ട് ഒരു കാർ പാർക്കിൽ വന്നാൽ മതി. ഒത്തിരി നടക്കാനുണ്ട്. ഒരു 3 മണിക്കൂറോളം നടന്നാലേ ഇതൊന്ന് കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെയല്ലേ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ടൈം, ഈ നമ്മൾ ഈ നേച്ചറിൽ ഇങ്ങനെ ലയിച്ച് നടക്കുക എന്നുള്ളത്. ഇവിടെ മക്കൾ അവിടെ എത്തി, അവർ ഓടുവാണ്. എല്ലാവരും പിടിച്ചോണ്ട് കൂടി അവിടെ നിൽക്കടി.